പാപ്പാ ഒന്ന് വന്നേ ഒന്ന് വന്നേ ഓ ഒന്ന് വന്നേ. ഓ അപ്പാപ്പ ആ എലിയെ പീഡിക്കാൻ അന്വേഷിച്ചോണ്ടിരിക്കുക. എന്തിന്? ഈ സിറ്റിയിൽ എന്തോ സ്കാം ചെയ്തതിന് ഞാൻ പോയി നൈസായിട്ട് സംസാരിച്ചിട്ട് വരാം. വന്നിട്ട് വണ്ടി കയറ്റാം. ഞാൻ വണ്ടി കയറി അപ്പൊ തന്നെ അപ്പ പീഡി മാർക്ക് ചെയ്യണം. നേരെ നമ്മൾ അങ്ങോട്ട് പീഡി പോകുന്നു, ഹാൻഡ് ഓവർ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ആ ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ്. കൊടുക്ക തരാം, നിനക്ക് തരാം. ആള് ക്രിമിനൽ വക്കീൽ Can I just want I will see you around just a moment. സാറാ Oh yeah. You get it. Venuting എലി എലി വൺ സെക്കൻഡ് എലി എലി yes, Mr. Vasu. എലി നമുക്കൊന്ന് സംസാരിക്കണമായിരുന്നു. ഒന്ന് പുറത്തോട്ട് വരും എലി. நம்ம தனியா சம்சாரிக்கலாமா? Yeah, Mr. Vasu, come. സാറാ come. Come outside. Oh, very good, Sarah, you know. Not you, very एक good. शायरी बोल सकता हूँ? थोड़ा थोड़ा बात काम എന്താ പറയാ ഹിന്ദി അറിഞ്ഞൂടാ അല്ലേ? समझ लेना. Yeah, you know, he doesn't know English also. He doesn't know. കം സാറാ കം But he speaks English very well. So Yeah, because I teach him. അതെ അതെ ഷീ ടീച്ച് മീ എല്ലാം പഠിപ്പിച്ചു തന്നിരിക്കും ജീവിതം. Yeah. കം ജീവിതം പഠിപ്പിച്ചു. जिंदगी Yeah, zindagi. Yeah. अपने कर्म की करदाए आयो हाओ. കുറെ കർദിയന്റെ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നു. നമുക്ക് അതിനെപ്പറ്റി നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ. നമുക്ക് ആ വെറുപ്പ് വിടാം, നമുക്ക് ആ വൈരാഗ്യമൊക്കെ വിടാം. വാ Yeah, Mr. Vasu, we need. Just एक चीज बोलना था. बस समझेगी क्या पता नहीं. വാ मैं कहना चाहता हूँ ये चीज आपसे. Yeah. ആ വാസവൻ എന്തോ പറയാനുണ്ടെന്ന് പുള്ളിക്കാരിക്ക് വാസവനോട്. ആ പറഞ്ഞ ട്രാൻസ്ലേറ്റ് ചെയ്യണ്ട പാപ്പ. എനിക്ക് മനസ്സിലായി. അതെ അതെ ആണല്ലേ, ഞാൻ വരണ്ടല്ലോ. യെസ് कई रात जागा इन अंधेरों में तुम थोड़ा सा नूर लाओ. ഊമ്പി सुना है बाले तेरे आंगन में. ഇങ്ങനെ പെണ്ണുപിള്ളി मैंने अपने लास्ट का बचपन झूला है. हर प्यारी चीज कोई एक शायरी लिखी. മീൻസ് എലോട്ട് സാറാ, മീൻസ് എലോട്ട്. കറക്റ്റ് പണ്ടേ പെണ്ണ് പിടിക്കും. 15ാമത്തെ പെണ്ണാണ് ഇപ്പൊ പിടിച്ചോണ്ടിരിക്കുന്നത്. മീൻസ് എലോട്ട് സാറാ. താങ്ക് യു Whether you will കുട്ടിക്ക് മലയാളം അറിയാത്തോണ്ട് ഭാഗ്യം. like that's why I wrote it. അണ്ടർസ്റ്റുഡ്. നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം. വാ സാറാ വാ. എലി വാ. അപ്പാ വാസവനെ इधर जाओ इधर आओ इधर. അതറാവോ Yeah. हमें प्रिंसिपल यू नो हिंदी वेरी वेल. അതാ कैसे हो सर आप आपका बाप का नेम क्या है? ആ തീർന്നു. സ്റ്റോപ്പ് ചെയ്തത്. ആപ്കാ ബാപ് കാ നെയിം ക്യാ ഹൈ എന്ന്. അണ്ണാ എനിക്കൊന്നും അതുപോലും പറയാറിയില്ല. അതൊക്കെ എനിക്കറിയാവാ. ആണോ അണ്ണാ? ആപ്കാ ബാപ് നാം ക്യാ ഹൈ? നിന്റെ അച്ഛന്റെ പേരെന്താ? അതെനിക്ക് അറിയണ്ണ. വേറെ എന്തോ അറിയണ്ണ നീ? ബോസടി വാല മുതച്ചൂത്. അതെനിക്ക് അറിയാം. എത്ര വർഷമായി നമ്മളതൊക്കെ. പിന്നല്ല ധാരണ. ഹലോ അതെന്താടാ അവൻ ഫോൺ വിളിച്ചിട്ട്? अच्छा जस्ट मैं आपका नंबर लाइक मैं मैसेज करता हूँ. मैं जस्ट कुछ तो इशू हो रहा है, पता नहीं. मैं जरा एक 5 मिनट वापस दोबारा आ रही हूँ मैं. അണ്ണാ അണ്ണന്റെ നമ്പർ കൊടുക്ക്. എന്തെങ്കിലും ഇഷ്യൂ വന്നാ വിളിക്കാന്ന്. 3333. No. I saidly I have some issue on something happening. Just I'm coming in 5 minutes. Okay. ഓ അതെ. Okay. Okay, wait here itself. I will come in 5 minutes. അല്ലല്ല വേണ്ട. ആ കൊച്ചിനോട് ഗ്യാഗോസ് വരാൻ പറയുന്നത് എനിക്കതല്ലേ. ആണോ? Okay, then come to Gangos. जस्ट एक चीज बोलना चाहता हूँ. आपसे मोहब्बत करती हूँ बहुत शिद्दत से. किसी के कहने से नहीं, किसी से बातें करने से नहीं, बट आपके ऊपर फिदा हो चुका हूँ. താങ്ക് യു. Thank you. അണ്ണാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. കുട്ടി എപ്പോഴും എടാ, വേറെ അതല്ലേ പറഞ്ഞേ. അപ്പൊ ഒന്ന് പറഞ്ഞോടത്തേ. ഇവക്ക് ഹിന്ദി അറിയില്ലേ എലിക്ക്? ആ എടാ ബാല, അതാ കൊച്ചു എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാ, വാസുമോനെ ആ കൊച്ച് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആരും പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടോ അല്ല.
ഇതുകൊണ്ടാണെന്നാ പറഞ്ഞത്. ഇതെന്താ എന്തുവാണെന്ന്? തപ്പണം, ഡിക്ഷണറി നോക്കണം. दिल से ആ ദിൽസേ, ആ നിന്റെ മനസ്സുകൊണ്ട് മനസ്സ് നിറഞ്ഞ മനസ്സിലായോ? സ്നേഹപ്പെടുന്നു. സോനൊരു ഹഗ് ഒരു വാസവനെ അങ്ങോട്ട് पूरा एक, ഒരു വാസവനെ आपके ഹഗ്. साथ गुजारना है, आपसे बात करना है, आपके साथ घूमना है, फिरना है. Like just I want to. Sarah, you can talk to him in English now. He is satisfied with your Hindi. Yes, yes, someone very send me satisfied. something. എന്തിനാ അപ്പാപ്പ എനിക്ക് മാറില്ലേ? It's me. Don't worry. മാറിക്കട്ടെ കുറച്ച്. Like, Thank you. just I will call you. Just I'm coming in a 5 to 10 minutes. Oh, Where yeah, should I sure. meet you? Sure. Where should I meet you? We can meet in front of Gamos. Family Yes, house, you yes. can come to the family. Okay. Just, I will call you. Okay, fine. താങ്ക് യു സാറ. വരാനായിരുന്നു. Yeah. ഇപ്പൊ എന്തായി? നമ്മളെ ചാറ്റി വന്നു കേട്ടോ. ഓ ശരി സാറേ. റെപ്യൂട്ടഡ് ആണ്. ഇപ്പൊ വരുന്നുണ്ട് സാറേ, ഒരു 10 മിനിറ്റ് ഉള്ളൂ സാറേ. എവിടെയെങ്കിലും പോകാൻ നിൽക്കുവാണോ? അല്ല പറയൂ മിസ്റ്റർ വാസ്, എന്താ? ഓക്കെ, അല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വരാൻ അപ്പാപ്പനൊരു, ഞാനിത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഇനിയിപ്പോ എന്തായാലും കാണിച്ചേക്കാം. ജസ്റ്റ് ഒന്ന് വണ്ടിക്കകത്ത് കയറാം. Yes. Come. എലിയമ്മ വരൂ. എലിയാമേ, എലിയമ്മേ ഇങ്ങോട്ട് വാ. എലിയമ്മേ Yes? കേറി വണ്ടി കയറി. I'm the most connoisseur guy in the city. അപ്പോഴാർക്കും അധിക ദിവസം ഉണ്ടാവില്ലേ? ലോല തോളത്തേറ്റ പൾസല്ലോ. അല്ലല്ല, പാലനാരെങ്കിലും എടുക്കേണ്ടി വരും കേട്ടാ. അവനെ ഒന്നും ആരെങ്കിലും എടുത്തിടാ. അവന് ഹിന്ദി പോലും അറിയത്തില്ല കേട്ടാ. ബാല കയറ്, ഒരാൾ തോളത്ത് കയറ്. ഹലോ, Just I will be there in അവൻ ആ 5 വണ്ടി to 10 എടുത്തോ. minutes. I will call you. ഓക്കെ. ഹലോ. പോയി കേറുക. समझा देना. ഒന്ന് കയറിയോട്ടെ. ആരെങ്കിലും ഒന്ന് തോളത്തെടുക്കുക. നീ എന്നെ തൊടുത്താട്ട്. അല്ലെങ്കിൽ വേണ്ട, വേറൊരു പ്രശ്നമുണ്ട്, ഞാൻ തരാം. പറഞ്ഞു. മച്ചന്റെ പത്രയുടെ വണ്ടി. ഇതല്ലോ. ഷുവർ. Yeah. Okay. Bye. ബൈ സാറാ. ബൈ സാറാ, see you. സാർ എന്ത് ക്യൂട്ട് അല്ലേ ബാബ? ആ സൗണ്ട് ഒക്കെ സത്യം കണ്ടോ? വാസുവിനെ. ഭയങ്കര ഭയങ്കര ക്യൂട്ട് cute. അല്ലേ വോയിസ്. അത് കേട്ടപ്പോ തന്നെ മനസ്സിനകത്തൊരു അത് മാത്രമല്ല, ആ കൊച്ച ഹിന്ദിയിലെ വാസുവിനെ ബേബി എന്ന് വിളിക്കുമ്പോ അത് കേൾക്കാൻ തന്നെ എന്ത് രസമല്ലേ? വാങ്ങോട്ടല്ലേ വിളിക്കുന്നേ? എന്തായാലും വിളിച്ചാൽ കേൾക്കുന്നതല്ലേ? മനസ്സിലായില്ലേ പറഞ്ഞേ? ആ എലിയുടെ ശബ്ദം കുറവാട്ടോ ഭയങ്കര. അത് ഭയങ്കര ഹാർഷ് സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് കേൾക്കാൻ തോന്നാത്തതാണ്. ഞാൻ എക്സുകളോട് അങ്ങനെ വലുതായിട്ട് അത്രയും അടുത്തോട്ട് വന്നൊന്നും സംസാരിക്കാറില്ല. അപ്പൊ ബാക്കിയുള്ള എല്ലാരും എക്സാം ഇവിടെ. അതുകൊണ്ടല്ലേ ഒരു പല്ല് കേൾക്കാത്തോണ്ടാ. അപ്പൊ അവനും ബാലിനൊക്കെ എക്സ് ആയിരുന്നാ? ആ ഇല്ല, നമുക്ക് കേൾക്കുന്നില്ല. അപ്പൊ അവർക്ക് കേൾക്കുന്നില്ലല്ലോ. You are in the car, you are the ex, okay? Ex of my life, okay? So because you are in the car, I can't speak loud. അല്ലല്ല, ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് പറയണ്ട. ആ പഠിപ്പും വിവരമുള്ള കൊച്ചു പറയണ പോലെ എന്തിനാ നീ നിൽക്കണേ? മര്യാദ സംസാരിച്ചു, മലയാളം അറിയാലോ നമുക്ക് അങ്ങോട്ട് കൊണ്ടോ. പിന്നല്ലാതെ ആ കൊച്ചിന്റെ ഇംഗ്ലീഷ് കേൾക്കൊരു രസം ഉണ്ടായിരുന്നല്ലേ. പിന്നെ ഇത് മറ്റേ ABCD പറക്കി ഐ ക്യാൻ വാട്ട് യെസ് നോ പാർട്സ് ആർ യാസ് പാർട്ടി ആർ യാ ബൈ എക്സ് വൈ. Okay, like Refugee people like talk like this, so, like the shit lady is over there. ചിറ്റി ലേഡി. ലേഡിയാ. Yeah. That lady now, उधर से एक lady ना उधर. ഹിന്ദി എന്തെങ്കിലുമൊക്കെ പറയണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കണം, അത് മതി. ജീവിതം കോഞ്ഞാട്ടയായവർക്ക് എന്തും പറയാലോ, നമ്മളല്ലേ അനുഭവിക്കുന്നത്. സിറ്റിയിൽ എന്തോ വലിയ കേസ് പെട്ടിരിക്കുകയാണ് ഇപ്പം ആള്. വലിയ കേസൊന്നും അല്ലടാ, ചെറിയ കേസാണ്. എന്താണ് കേസ്? എന്താണ് ചെറിയ കേസ്? ആരെങ്കിലും പിടിച്ചു പറിച്ചാ? എന്റെ ഇത് പിടിച്ചു പറിച്ച പോലെ. എന്നെ പോലെ എല്ലാരും അങ്ങനെ വെറുതെ വിടൂല കേട്ടാ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചു പറിച്ചിട്ടാണ് നിങ്ങൾ എന്നെ തേച്ചെങ്കിൽ എനിക്കൊരു അന്തസ് ഉണ്ടായിരുന്നു. അന്തസ് പിടിച്ചു പറിച്ച സോറി മോട്ടിച്ചിട്ട്
ബോട്ടിലുണ്ട്. കയ്യുന്നുണ്ടല്ലോ നിങ്ങളുടെ എന്തെങ്കിലും മോഷ്ടിച്ചോണ്ടായിരുന്നു നിങ്ങൾ എന്നെ തേച്ചെങ്കിൽ ഞാനങ്ങ് സഹിച്ചേനെ. ഞാൻ പറ്റില്ല. ഞാൻ തേച്ചെന്നായില്ലേ ഏലിയാമ്മയെ അങ്ങനെ പറയരുത്. ഏലിയാമ്മ മോട്ടിച്ചുകൊണ്ട് തന്നെയാണ് വാസുമോൻ ഇത്രയും വിഷമായത് അല്ലേ വാസുമോനെ? പിന്നല്ലാതെ എന്ത് മോഷ്ടിച്ചു മിസ്റ്റർ പരുന്തുവാസു? Excuse me, വാസുമോന്റെ can you please explain? വാസുമോന്റെ ഹൃദയം ഒന്ന് നിർത്ത്, please. I wanna vomit, okay? Please. കാറ് നിർത്ത്, please. അപ്പാ കളർ കെട്ടി എറിയ ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടാ. വേണ്ടല്ലേ? ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന ആളുടെ കോട്ട് തുറന്ന് ഞാൻ ഛർദ്ദിക്കും. അമ്മാതിരി സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ആ സ്ഥാനത്ത് സാറെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്ത് രസമായിട്ട് ഒരു ഇതായിരുന്നു അത് കേൾക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ അപ്പാപ്പ, എന്താണ് അറ്റ്ലീസ്റ്റ് ചന്ദ്രനെ പോലെ ചന്തിയിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങേരും പരിപാടി കാണിച്ചിട്ടില്ലായിരുന്നു. ചന്തിയിൽ ഹൃദയം. ചന്ദ്രന്റെ ഹൃദയം ചന്തിയിലൊക്കെ കണ്ടായിരുന്നാ? ആ അലീന എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പലതവണ കണ്ടിട്ടുണ്ടെന്ന് അവിടെ. എന്തൊക്കെയാ പെണ്ണുങ്ങള് തമ്മിൽ സംസാരിക്കുന്നത്? ഡീസന്റ് അല്ലാണ് ആൾക്കാർ നമ്മളൊക്കെ മറ്റേ കുപ്പി ബ്രാൻഡ് രണ്ട് അടിച്ച് മുതുക്കാണല്ലോ മാർക്ക് ചെയ്തേക്കണേ. അല്ലല്ല മേളി റൈറ്റ് മേളി കൂടെ വാസുമോനെ. ഒരു സെക്കൻഡ് ഇത് മുതുക്കിലോട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ എനിക്ക് പോകാറ്? മീനുട്ടി. അയ്യോ ഞാനോർത്ത് അവിടെ ആരുടെ കൂടെ പോയെന്ന്. അയ്യോ മീനുട്ടി ഇപ്പൊ ഞാൻ ആരെങ്കിലും വെച്ച് പിക്ക് ചെയ്യാം. അതെങ്ങനെ എന്റെ കൊച്ചു കയറി ഇരിക്കാനുള്ള സീറ്റ് ഇതിലേക്ക് കയറിയിരുന്ന എന്റെ കൊച്ചിന്റെ സീറ്റ് അല്ലേ ഇത്? ഒരു വണ്ടി നിർത്താൻ ഞാൻ അത്യാവശ്യമായിട്ട് കക്കൂസി പോണം. എന്തോ ഒന്ന് വണ്ടി തുറക്കുമോ? ഒന്ന് സംസാരിച്ച ഇല്ല ഇത് വണ്ടി ലോക്കാണ് ആക്ച്വലി. ഇത് അത് മേളോട്ട് ഇരിക്കും മേളോട്ട് അണ്ണാ ഞാൻ പോയി വിളിച്ചോട്ട് വരട്ടാ. എനിക്ക് ഇറങ്ങാൻ പറ്റും. അതാലും നോക്കിയിട്ടാ ആ ശരിയാത്തില്ല പോലെ എനിക്ക് ഇറങ്ങാലോ അണ്ണാ. ഓഫീസറിനെ വിളിച്ചോണ്ടാ അണ്ണാ ഞാൻ പോയി വിളിച്ചോട്ട് വരാണ്ണാ. കള്ളിയെ നീ ഒളിച്ചു നടക്കണ നീ. പെട്ടെന്ന് വിളിച്ചോടാ പെട്ടെന്ന് വിളിച്ചോടാ. മിസ്റ്റർ പരുന്തുവാസു, നിങ്ങൾ കൺമണിയെ കയറി പിടിച്ച കേസ് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. ആ കൺപഴയെ കയറി പിടിച്ച കേസൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം നിന്റെ കേസ് ദൂരാ നോക്ക്. പെട്ടെന്ന് പെരട്ടെ. നാണമുണ്ട് നിങ്ങൾക്ക്? നാണം ഒരു ഇച്ചിരിയെങ്കിലും എനിക്ക് നിങ്ങൾക്ക് നാണമില്ല. മനസ്സാക്ഷിയുണ്ടോ? എനിക്ക് നാണമില്ല. ഇവിടെ നാണമില്ലാത്തതാണ് എനിക്ക് പണ്ടേ അറിയാം. ആ അതെ അതെ എനിക്ക് നാണമില്ല. എനിക്ക് നാണമില്ല. എനിക്ക് നാണമില്ല. ആ അതെ ഏലിയാമ്മേ കുറച്ച് സ്നേഹം കാണിച്ച ചിലപ്പോ വണ്ടി വിട്ട് നനങ്ങുമായിരിക്കും കേട്ടോ. ഈ ചന്തി പോലെ വെറുതെ ഇല്ലാത്തതിന്റെ അടുത്തൊക്കെ ഞാൻ എന്തിനു സ്നേഹം കാണിക്കണേ ആ പാപ്പ? കുഴപ്പമില്ല കുഴപ്പമില്ല പറയട്ടെ. ആ സമയത്ത് ഞാൻ 10 വാഴ പോട്ടെ. ഞാൻ വല്ല കുറച്ച് സ്നേഹത്തോടെ സംസാരിച്ച് ഞാൻ വണ്ടി എടുക്കാവേ. കുറച്ച് സ്നേഹത്തോടൊക്കെ സംസാരിച്ച് വണ്ടി എടുക്കാവേ. വാസന നമുക്ക് ആ മുതുക്ക് വരെ ഒന്ന് പോയി കുറച്ച് കാര്യങ്ങള്, പണ്ടത്തെ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഒന്നുകൂടെ വിളിച്ച് കേക്കട്ടെ. വാസന ആ മുതുക്ക് വരെ ഒന്ന് പോയി പോരെ അങ്ങോട്ട് എത്തിയില്ല. അവിടെ എത്തിയില്ല. ഒരു ഡാർലിംഗ് എന്നൊക്കെ വിളിച്ചാൽ ചിലപ്പോ ശരിയാവായിരിക്കല്ലോ. അതിന് എന്റെ ബോയ് ഫ്രണ്ട് അല്ലല്ലോ, ഇനി ആ പെണ്ണ് വന്ന് എന്നെ ഇല്ല അങ്ങനെയൊന്നും പറയില്ല. ഇതൊക്കെ നമ്മുടെ ഇടയ്ക്ക് മാത്രമേ നിൽക്കുള്ളൂ. അണ്ണാ അവര് പറഞ്ഞു ഇതേതോ പെറ്റി കേസ് നമ്മൾ ഒഴിവാക്കിയെന്നൊക്കെ അവര് പറയുന്നത്. ഞാൻ പറഞ്ഞ എന്തോ കണ്ടോണ്ടാ പിന്നെ എന്നെ പിറക്കി കെട്ടി. നിങ്ങളുടെ മനസ്സിലിടപെട, നിങ്ങൾ വിഷമാണ് മിസ്റ്റർ പരുന്ത്. അണ്ണാ ഇതേതോ പോക്കറ്റ് അടിച്ച കേസാന്നൊക്കെ അച്ചിപ്പട്ടി മാല എന്ത് പറ്റിയെന്ന് അണ്ണാ വരച്ചാറില്ല അണ്ണാ എന്ത് പറ്റിയണ്ണാ? ഞാൻ എന്തോ ചെയ്തണ്ണാ? വല അവരോട് ഒന്നും കൂടെ കറക്റ്റ് ആളുടെ പേര് ഫ്രണ്ടിൽ തോളത്തിരിക്കുന്ന അവരെ കൂടെ ഇറക്കി വിടറ വല്ല കൂടെ കാര്യം പറഞ്ഞു കൊടുക്കട്ടെ. പറഞ്ഞിട്ട് പോവാ വല്ലതൊക്കെ അറിയാലോ. ഞാൻ ഇങ്ങനെ കൊണ്ട് എത്തിച്ചു വെച്ചിരുന്നതാ. അത് ഇങ്ങനെ ആന്നല്ലേ. എന്നാലും ഒരു സ്നേഹത്തോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എനിക്കൊന്ന് പേര് ബാലം പറഞ്ഞാൽ മാറിപ്പോയതാകലിയാമേ. ഈ സിറ്റിയിൽ ഒരൊറ്റ എലിയുള്ളത് ഞാനാണ്. എലിയല്ല ഞാൻ പോയി പറഞ്ഞത് നമ്മുടെ ഇതാണല്ലോ. അയ്യോ അലീനെന്നാ പറഞ്ഞു. അതുകൊണ്ട് അവൾക്ക് ആള് മാറിയതാ. മനസ്സിലായോ? എലിയാമ്മ പേര് പറഞ്ഞ ഞാൻ നിങ്ങളോട് എന്തോ ചെയ്തോടോ പന്നക്കളവാ. നിങ്ങളോട് ഞാൻ അല്ല പുള്ളിക്കാരി വരുമെന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു 10 മിനിറ്റ്. പക്ഷേ വരത്തില്ലായിരുന്നു സാറേ, മുങ്ങി നടക്കുമായിരുന്നു. മനസ്സിലായോ? അല്ലല്ല പറഞ്ഞായിരുന്നു ഓൾറെഡി അമ്മ ഇൻഫോം സാറേ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നോ സാറേ? സാറേ ആ പരിപാടി കഴിഞ്ഞപ്പോ ഉടനെ അതാ വന്ന് 10 മിനിറ്റ് ഇപ്പൊ നോക്കി ആൾക്കാർ വരുന്നുണ്ട്. കംപ്ലൈന്റ് ഉണ്ടെന്നാ പറഞ്ഞേ. സാറേ ഞാൻ കൊണ്ടുവന്നത് ആ പഴയ കേസിന് വേണ്ടിട്ടല്ല സാറേ, എനിക്കൊരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഇനിയും കേസുണ്ടോ? ഓക്കെ എല്ലാവർക്കും കേസ് വരും. പിന്നെ പറയാം
ഇറങ്ങി എല്ലാരും കൂടെ ഇറങ്ങി. ഇല്ല സാറേ ഭരച്ചത് സാറുണ്ടോ? ഇല്ല പരത്തുന്നത് സാറല്ലല്ലോ. ഇല്ല ഇല്ല അണ്ണാ ഇവിടെ ലോക കള്ളിയണ്ണ ഇവള്. ഒരു കൂട്ടം ആൾക്കാർ എവിടെ പിടിക്കാൻ നിൽക്കുന്നു. ഹണി ട്രാപ്പ് എല്ലാരും വിളി എല്ലാം പറഞ്ഞോ മച്ചാനെ പറയാനുള്ളത്. ആ വാതുറന്ന് പറഞ്ഞോ. വരുന്നുണ്ട് എല്ലാരും വിളിച്ചു നിർത്തോ. ഹണി ട്രാപ്പ് അല്ലേ? ഹണി ജംഗ്ഷൻ സ്കൂള് പണിയുന്നു, ബസ് സ്റ്റാൻഡ് പണിയുന്നു, ഇതിനൊക്കെ പൈസ എവിടെ വന്നത് നമുക്ക് അറിയണ്ടേ? കുറച്ച് വണ്ടി മുന്നോട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് സ്ഥലം മേടിക്കുന്നു, ബിൽഡിംഗ് പണിയുന്നു, എവിടുന്ന കാശ് വരുന്നത് അറിയണ്ടോ? രണ്ട് വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ദേവകുട്ടിയുടെ കയ്യിലുണ്ട്. ഇപ്പൊ കാണിച്ചു തരും. ഏത് ദേവകുട്ടിയുടെ പ്രമുഖര് വന്ന് ചോദിക്കണം, അല്ലാതെ ഞാൻ ഒരുത്തനും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരുന്നില്ല കേട്ടല്ലോ. ഓ പ്രമുഖർക്ക് മാത്രമേ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുള്ളൂ അല്ലേ? കൊടുക്കത്തുള്ളു അണ്ടനും അടവട വന്നപ്പോ ഞാൻ കൊടുക്കത്തൊന്നുമില്ല. ഓ കാണിച്ചു തരാം ഞാൻ. ദേവകുട്ടി എല്ലാം തയ്യാറാക്കി വെച്ചോട്ടാ. ദേവട്ടിനെ എടുത്തിട്ട് പോയേ. ഓക്കെ വണ്ടി ഇറങ്ങാവോ? ആള് വന്നിട്ടുണ്ട്. സ്നേഹം മാത്രം. സാറേ അതല്ല സാറേ, ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്, അതുവരെ ഇറക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. നിന്റെ പരാതി സാറിനോട് പറ. പരാതി ഹണി ട്രാഫി പെടുത്തി സാറിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറ. സാറിനോട് ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു. എടി വല്ല പണിയെടുത്ത് ജീവിച്ചോടി, ആൾക്കാരെ പാറ്റി ജീവിക്കാതെ. അണ്ണ ഒരു അർത്ഥം വരുന്നുണ്ട്. അവനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മോനെ ബ്ലൈൻഡി അല്ല കണ്ണു ചെയ്യാൻ തന്നെ ഞാൻ കണ്ണ് കാണാത്തവരെ ഇങ്ങനെയുള്ളവരൊക്കെ പ്രിൻസിപ്പൾ ആവാമോ? ബ്രോ കണ്ണ് കാണാത്ത ബ്രോ എന്താ പറഞ്ഞു ഒന്നും പറയോ പ്ലീസ്? ബ്രോ ഒന്ന് എലി എന്താണ് താങ്കളെ പറ്റി എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്കൊന്ന്. കണ്ണ് കാണാത്ത ആളാ? ഹലോ ബ്രോയ്ക്ക് എന്താണ് ബ്രോ ഞാൻ ചെയ്തത്? അവന് കണ്ടില്ലല്ലോ. വീട്ടിൽ പറയാനുള്ളത് ഒരു മിനിറ്റ്. ആ സുഹൃത്തിന് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞല്ല, നമ്മള് റെക്കോർഡിംഗ് ആണ്. എല്ലാം തുറന്നു പറഞ്ഞോളാ, ഇതിന്റെ സമയം. ആ പറഞ്ഞു കേക്കോ ആർക്കെങ്കിലും? ഇല്ല. ആ പറയുന്നില്ലല്ലോ. ഫോണിനകത്ത് മറ്റേ വീഡിയോ എടുത്ത് നോക്കുമല്ലോ, അത് വല്ല കേൾക്കാൻ പറ്റും. പറയുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നില്ല. നമ്മള് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ശരി കേൾക്കാതായി ചേട്ടാ. മറ്റേ ഫോൺ എടുത്തിട്ടേ അതിന് മറ്റേ ലൈവിന്റെ സൗണ്ട് ഇച്ചിരി കുറവാ. നല്ലോണം കേൾക്കാൻ പറ്റും. മച്ചനെ പറഞ്ഞു ഇനിയുണ്ടോ ആൾക്കാർ വരാൻ? പള്ളിയുടെ ഒക്കെ കോൺഫിഡൻസ് നോക്ക്. സംസാരിക്കാൻ പോലും എന്റെ പൊന്നിലിയ പാവ സംസാരിക്കാൻ പോലും പറ്റാത്ത പയ്യനെയൊക്കെ പറ്റിക്കാന്ന്. ഒരു സെക്കൻഡ് എടാ ഒന്ന് താഴെ ഇറങ്ങടാ. അയ്യോ നീ എന്റെ പെണ്ണുമ്പിള്ളയാണല്ലോ രക്ഷിച്ചോണ്ട് ഞാനിങ്ങനെ പറന്നു പോവാം. തിങ്കട് തക്കട തിങ്കട് എടി കള്ളി. സ്നേഹം പറക്കട്ടെ, സ്നേഹം. അതെ 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 സ്നേഹം പറപ്പിക്കുകയാണെങ്കിൽ രക്ഷിക്കാതെ. എന്റെ തൂറി കവറക്കെട്ട് എറിഞ്ഞോടാവുള്ള മുഖത്ത്. എടി നീ നാട് മൊത്തം പറ്റിച്ചിട്ട് ഈ ഒരു സ്കൂൾ ഉണ്ടാക്കി ജീവിച്ചാൽ ഇതൊക്കെ ആശുപത്രി കളയാനേ ഉണ്ടാവുള്ളൂ, ഈ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക്. മനസ്സിലായേ? എന്റെ പൊന്ന് മിസ്റ്റർ സോറി എന്റെ പൊന്നല്ലാത്ത മിസ്റ്റർ പരിന്തോസു, എനിക്ക് ആ കേസോട്ട് ഒരു ബന്ധമില്ല. എനിക്ക് എന്താന്ന് പോലും അറിയത്തില്ല ആ കേസ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നു. എന്റെ ഒരു ചോദ്യം, എന്റെ ഒറ്റ ചോദ്യം, അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഒരു രക്ഷിക്കാം. ഇവിടുന്ന് മൊത്തം കേസ് ചെയ്ത് ഞാൻ ഒഴിച്ച് രക്ഷിക്കാം. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ലാതെ സിറ്റിയിൽ തേര പര ശശികൊക്കിന്റെ ഒക്കെ കൂടെ നടന്ന നിന്റെ സ്കൂളും ഇതൊക്കെ തുടങ്ങാൻ എവിടുന്നാണ് കാശ് കിട്ടിയത്? ഞാൻ എന്റെ കാശ് കൊണ്ട് തുടങ്ങിയ സ്കൂൾ അല്ലത്, ഞാൻ ലോൺ എടുത്ത് തുടങ്ങിയ സ്കൂളാണ്. ഏത് ബാങ്കിലെ ലോൺ? ഈ ബാങ്കിലല്ല, ഞാൻ പലിശക്ക് എടുത്തതാണ്. ഇവിടുത്തെ ഷാജി ബാബർ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറിന്റെ കയ്യിൽ നിന്ന്. അയാൾക്ക് ഇപ്പോഴും ഞാൻ മാസം മാസം എണ്ണി കൊടുത്തോണ്ടിരിക്കുകയാണ് ആ കാശ്. അതറിയോ നിങ്ങൾക്ക്?
നിങ്ങൾ എന്തെങ്കിലും അറിയുണ്ടോ? നിങ്ങൾ അതെങ്ങനെ പണിഞ്ഞ് എന്നോട് ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? ഷാജി പാപ്പിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അയാളുടെ അടുത്ത് ഞാനും അലീനയും കൂടെ അയാളുടെ കാലും കൈയും പിടിച്ചിട്ടാണ് ഞാൻ ആ സ്കൂൾ പണിഞ്ഞത്. ചോദിച്ചു നോക്ക്. ഞാൻ ഉണ്ടാക്കാനായിരുന്നെങ്കിൽ ആ 2 നില സ്കൂൾ ഇപ്പൊ അവിടെ നിന്നേനെ. അങ്ങനെ ഈ 4 തൂണി ഞാൻ കെട്ടി നിർത്തേണ്ട ആവശ്യമുണ്ടോ വാസുണ്ണ? അല്ല മിസ്റ്റർ പെരുന്തോസു, ആലോചിച്ചു. നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചിട്ട് എന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്ത്. ഷാജി ബാബന്റെ നമ്പർ എന്റെ കയ്യിലില്ല ഷാജി ബാബൻ. ഓ, കടം മേടിച്ച ആളുടെ നമ്പർ ഇല്ല അല്ലേ? വാസുവിനെ ഞാൻ കേട്ടത് ആ സ്കൂള് പുറമ്പോക്കലാന്നാ. അതാ, അതെനിക്ക് അറിയാവുന്ന ആയിരുന്നു. അത് ഷാജി ബാബൻ എന്റെ അടുത്ത് പറഞ്ഞതായിരുന്നു ആ കഥകളൊക്കെ. അതൊക്കെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തതാണ്. എപി ബാബന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അല്ല, ഇത്രയും പൈസ കിട്ടിട്ടില്ലല്ലോ. ഇത്രയും കണ്ട, ഇങ്ങേർക്ക് പോലും ഞാൻ പൈസ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? ഞാൻ ഇപ്പോഴും കടബാധ്യതയിലാണ്. കണ്ടല്ലോ ഇപ്പൊ തെളിവ് വന്നാ. ഇതൊന്നും കടമല്ല, ഇതൊക്കെ നീ മേടിച്ച് പറ്റിച്ചിട്ട് പോയ കാര്യങ്ങളാണ്. മനസ്സിലായോ? പറ്റിച്ചില്ല, ഞാൻ കൊടുക്കാനുള്ള കാശാണ് മിസ്റ്റർ പെരുന്തോസു. എല്ലാം കൂടെ എത്ര കോടി ഉണ്ട് കൊടുക്കാൻ പറ? എപി ബാബിന് എത്ര തരാനുണ്ട്? ഞാൻ 1000. ഷാജി പാപ്പിന് കൊടുക്കാനുണ്ട് 1500 കോടി. ആ സ്കൂള് പണിഞ്ഞേന്റെ അപ്പൊ എത്ര? 2500 കോടിയായി. അല്ല 2500 കോടി പല തവണയായിട്ട് അതിനകത്ത് മെയിൻ്റെനൻസ് ഉൾപ്പെടെ ഇന്ന് അവർക്കൊപ്പോ അടിച്ച് തിരിക്കേ തന്നെ. ഹലോ, എനിക്കൊരു ഞാൻ ഈ സ്കൂള് പണിയുന്ന സമയത്ത് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചതുപോലെ നീ എങ്ങനെയാ ഇത് പണിയുന്നത്, നിന്റെ കാശുണ്ടോ ചോദിച്ചിട്ടുണ്ടോ? വാസന ചോദിച്ചിട്ടുണ്ടോ? എടി, എന്റെ പേരിലൊരു ശകടം പണിത് റോഡിൽ വെക്കുമ്പോഴാണ് നീ സ്കൂള് പണിയുന്നുണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞത്. നീ ആദ്യം ശകടം പണിത് വെച്ചിട്ടല്ലേ ഞാൻ ഇത് അറിഞ്ഞത്. മര്യാദക്ക് സ്കൂൾ പണിയാൻ പൈസ ചോദിച്ചിട്ട് ഞാൻ തന്നേനല്ലോ. ഞാൻ ആ ശകടം പണിഞ്ഞ് എന്തിനാന്നറിയാം? നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട്. നിങ്ങൾ വരുമ്പോ ആ സ്കൂള് എന്റെയും നിങ്ങളുടെയും കൂടെ പേരിലാണ് സർപ്രൈസ് തരാം. അപ്പൊ നിങ്ങൾ വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ ഏതോ ഒരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് അല്ലേ? ഇതൊക്കെ ഞാൻ കേക്കണം. അല്ലെങ്കിലും ഗുഡ് നൈറ്റ് മോളെ. അല്ലല്ല, മീനുട്ടി കാർ ഇങ്ങോട്ട് പറഞ്ഞു എന്തിയെ? ഇവിടെ പോയി. ഇല്ല, വളഞ്ഞു പോയി. ഇനി എന്നെ ഈ കേസിൽ നിന്ന് പ്ലീസ്. ഇപ്പൊ തൽക്കാലം നമുക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമായില്ലേ? നീ പീടി തന്നെ ഏൽപ്പിച്ചേക്കാം. വാ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. ബാക്കി കൂടെ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും? നിങ്ങൾ എന്നെ പേച്ചിട്ട് പോയപ്പോഴും ഞാൻ പീടി വന്ന് കേസ് കൊടുത്തോ? ഇല്ല. ഞാൻ കൊടുത്തോ കേസ്? ഞാൻ അങ്ങനെ ഒരു കേസ് കൊടുത്തിരുന്നു. എനിക്കറിയാം ഞാൻ ഈ 16 വർഷം ഈ കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വന്നതിന് എനിക്ക് ന്യായം കിട്ടാൻ വേണ്ടി, നീതി കിട്ടാൻ വേണ്ടി. അറിയോ നിങ്ങൾക്ക്? ആള് മാറ്റി ഇതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തില്ല. പിന്നെ നിങ്ങളോടുള്ള സ്നേഹം മാത്രം. എനിക്ക് അങ്ങോട്ട് ഇംപ്രസ് ആയില്ല. വണ്ടി തിരി ഇംപ്രസ് ആക്കാം. ഞാനൊരു കാര്യം അത് എനിക്കുള്ളതായിരുന്നു. ചന്ദ്രനൊക്കെ അതോടെ വെച്ചേരാ. ഹലോ, എക്സ്ക്യൂസ് മീ. പറ കേക്കാം. ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്നെ ആലോചിക്കുന്നു. ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഞങ്ങൾ നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടോ? ദ്രോഹം മാത്രമേ എനിക്ക് ചെയ്തിട്ടുള്ളൂ. എന്ത് ദ്രോഹമാണ് നിങ്ങളെ ഞാൻ ചെയ്തത്? ഞാൻ പറയാം. എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുള്ള വിഷം എന്താന്ന് പറയാം. എനിക്ക് സ്നേഹം വേണ്ടുന്ന സമയത്ത് കിട്ടിയിട്ടില്ല. സ്നേഹം വേണ്ട സമയത്ത് ഞാൻ വന്നിട്ട് ഏട്ടായി എന്നൊക്കെ വിളിക്കുമ്പോ നിങ്ങൾ എന്തോ എന്റെ അടുത്ത് പറഞ്ഞോണ്ടിരുന്നത്? എന്ത് പറഞ്ഞോണ്ടിരുന്നത്? അതെനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ടല്ലേ അങ്ങോട്ട് ചോദിച്ചത്. അതല്ലേ ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞോണ്ടിരുന്നത്? നിങ്ങൾ തിരിച്ചെന്നോട് എനിക്ക് ഒരു സെക്കൻഡ് സമയം തരണേ. എനിക്ക് ഇനി ഒരു പരുന്തുവാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതോടുകൂടി കഴിഞ്ഞു. പുള്ളി തീർന്നു.
ഇത് കൊള്ളായ ഡ്രസ്. ഇത് എന്താ എന്റെ തലയില് തൂക്കി. അതാ ഇത് കൊച്ചിയിലെ ബെസ്റ്റ് ബർഗറാണ് ഞാൻ തന്നെ മേടിച്ചത്. ആ പറഞ്ഞോ. ഹലോ ഹലോ ഞാനല്ല ഹലോ പറഞ്ഞു, വേറെ ഏതോ പെണ്ണിന്റെ. ഇതാരുടെ ഫോൺ അടിക്കണം അനാവശ്യമായിട്ട്? സാറേ സാറേ ഒരു 10 മിനിറ്റ് തരുമോ സാറേ? ഒരു 10 മിനിറ്റ് തരുമോ സാറേ? വരാം സാറേ. ഓക്കെ സാർ ഓക്കെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു തരണം? വാസന നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഇപ്പോഴും ഒരാളെ വേറൊരു ചെറുക്കനെ നോക്കാൻ പോലും തോന്നുന്നില്ല. ആ അവസ്ഥയിലായി പോയി ഞാൻ. പ്രായമായി. അത് ആത്മാർത്ഥമായി സ്നേഹിച്ചവർക്ക് മാത്രമേ ആ ഫീലിങ്സ് വരത്തുള്ളൂ, മനസ്സിലായ? മാർക്കറ്റിംഗ് ഔട്ട് ആയതുകൊണ്ടല്ല. മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആകുന്നില്ല. അതിന് വേണ്ടി ഞാൻ പലതും ചെയ്തോളാം. അതൊന്നും അല്ല. എനിക്ക് ഒരു അടുത്ത ഒരാളെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇതൊരു കുറെ വർഷങ്ങൾ എടുത്ത് എന്റെ മൈൻഡിൽ നിന്ന് പോകണം. അത്രക്കായിരുന്നു ഇതെനിക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. ഇനി കേസ് അപ്പൊ ഇത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്തല്ലേ? 500 കോടി കെട്ടി വെക്കേണ്ടി വരും വാസവന്. ആ സൂര്യയുടെ കാരണം 150 കോടി തരണമെങ്കിൽ ഇനി ഞാൻ കിടന്ന് പട്ടിപ്പണി എടുക്കണം ഇവിടെ. തൽക്കാലം വിടുന്നതായിരിക്കും അപ്പൊ എന്തുകൊണ്ടും നല്ലതായിരിക്കും. ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം കൊണ്ടും അതായിരിക്കും നമുക്ക് നല്ലത്.